അപ്പം സെക്കൻഡ് ഹാഫ് റെയ്മോൺ അനഞ്ചിലുണ്ട്. അവർ എൻ്റെ ഒരു ഓപ്ഷൻ ക്യാരക്ടറാണ്, അനുസരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ത്രില്ലറാണ്. ലാഗ് അങ്ങനെയൊന്നുമില്ല, നല്ലൊരു എൻ്റർടൈനറാണ്. പക്ഷേ ഒരു ബോക്സ് ഓഫീസ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ക്ലൈമാക്സ് അടുത്ത് കഴിഞ്ഞപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് പല കാര്യം പറയാൻ പറ്റില്ല. അത് സാധാരണ മാസ് ഓഡിയൻസിന് മനസ്സിലാൻ ബുദ്ധിമുട്ടാണ്. അത് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സ്റ്റേജാണ് കോൺസിസ്റ്റൻസ് പറയും, ബോധം, അതായത് സയൻറ്റിഫിക് സംഭവമാണ്. അത് നമ്മുടെ ലൈഫ് ഓഫ് ലൈഫ് മറ്റേ ശേഷവും നമ്മുടെ ബ്രെയിനിലുണ്ട്, നമ്മുടെ ബോഡിയിലുണ്ടാവും, ബ്രെയിനിലുണ്ടാവും. ആ സംഭവം വെച്ചിട്ട് വിജിറ്റ് കഥയാവും നോക്കുന്നത്. അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഇതിൽ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നത് ശരിയായിട്ട് ഫിസിക്സാണ്. ശരിക്കും അങ്ങനെയല്ല ചെയ്യുന്നത്, നെക്സ്റ്റ് ഉറപ്പായ കേസിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു എത്തിക്കൽ പ്രോബ്ലം ഉണ്ട്. പടം നല്ല പടമാണ്, ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ വരുന്ന പടമാണ്. ഒരു ക്രിസ്റ്റഫർ നോളൻ പടം കാണുമ്പോഴേക്കും. പക്ഷേ ഇവിടുത്തെ സാധാരണ ഓഡിയൻസ് മനസ്സിലാവുന്ന സംശയമുണ്ട്. അതുകൊണ്ട് ബോക്സ് ഓഫീസ് വിജയം പറയാൻ പറ്റില്ല. അത് ഒരു അക്കൗണ്ട് മാത്രമാണ്, കുറേ അക്കൗണ്ട് ഉണ്ട്. നീലക്കൂലി വൈറലാക്കിയതാണ്. ഞാൻ ടാക്സി കാർഡിൽ അടയ്ക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫാനാണ് ചാറ്റർ അക്കൗണ്ട് ഉണ്ട്, ഞാൻ അടയ്ക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. പിന്നെ 24 വന്നിട്ടുണ്ടായിരുന്നു. അത് സെക്രട്ടറിനെ ഒരു പറഞ്ഞു. അല്ല ഞാൻ രണ്ട് രീതിയിൽ പറയാം. ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന അപരാധം അഡൽട്ട് കോമാളിത്തിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് മനസ്സിലായത് നമ്മൾ വളരെ നല്ല വീഡിയോസ് ഇട്ടാൽ ലോജിക്കലായിട്ട് നന്നായിട്ട് ഇടുകയാണെങ്കിൽ ഇത്രയും നെഗറ്റീവ് കമൻറ്റ് കിട്ടില്ല. പക്ഷേ നെഗറ്റീവ് റീച്ച് കിട്ടുമെങ്കിൽ ഭയങ്കര തെരുവിളിയായിരുന്നു. പക്ഷേ ഇതിന് എനിക്ക് അടുത്തായിട്ട് പല വീഡിയോസും പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ വളരെ യുക്തിപൂർവ്വം ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. അത് അവർ നമ്മളൊരു സീക്രട്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ വീഡിയോ ആണ്, സ്വന്തമായി കണ്ടെന്നില്ല. മറ്റുള്ളവർ കണ്ടെടുത്തിട്ട് അത് ഇത് പറയാം. പുള്ളി ട്രെൻഡിനൊപ്പം ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകുന്ന ആളാണ്. പുള്ളി എന്നോട് പറയുന്നുണ്ട് പൈസ കണ്ടന്റ് കിട്ടായിട്ട് എന്ത് ചെയ്യും പറഞ്ഞില്ല. പുള്ളി അങ്ങനെ മണിയാണ് മെയിൻ, പക്കാ ബിസിനസ്മാനാണ് പുള്ളി. അങ്ങനെ ആളാണ്. എന്നാൽ ഒരു പരിസരത്തുള്ള ആളാണ് എന്നോട് വളരെ സ്നേഹത്തോടേക്ക് സംസാരിക്കുക. എന്നോട് ഒരു നല്ല അടുപ്പമുണ്ടായിരുന്നു. ഗുരിയിൽ നോക്കിയാൽ നിയന്ത്രണം വേണം, കാരണം ഇത് ചെറിയ പിള്ളേർ മറ്റുള്ള കാണുന്നുണ്ട്. പിന്നെ പല സത്യത്തിൽ തുറന്നു പറയാം. അപ്രയസ്വാതന്ത്ര്യം നടത്തുന്നെങ്കിൽ പാടില്ല. റെഗുലേഷൻ കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ്, കാരണം ചെറിയ പിള്ളേർക്കേ കാണും. അച്ചാനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. സെക്രട്ടേറിയറ്റിൽ ഒരുപാട് പറയുന്നത് എനിക്കത് കണ്ടിട്ട് നല്ല മനുഷ്യൻ തോന്നുന്നു. അത്ര അതിൻ്റെ ഒരു കണ്ടിട്ട് നല്ല മനുഷ്യൻ എനിക്ക് തോന്നുന്നു. സെക്രട്ടേറിയറ്റിൽ ഒരുപാട് കുറ്റം പറയാം. സെക്രട്ടേറിയറ്റ് ഒരു സഹായം ചെയ്യുന്നുമില്ല, സഹായിക്കുന്ന കുറ്റവും പറയാം. അത് പുള്ളി ജെന്യൂനായ കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നും നിർത്തണ്ട. ജെന്യൂനായിട്ട് എനിക്ക് തോന്നുന്നു, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. രാഹുൽ ഈശ്വർ ഇപ്പോൾ ആണുങ്ങളുടെ അവസ്ഥ വളരെ തന്നെ. ഇപ്പോൾ പല നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമുണ്ട്, ആണുങ്ങളുടെ അവസ്ഥ വളരെ ദൈന്യം തന്നെയാണ്. കാരണം അവർക്ക് ഒരുപാട് എൻ്റെ കേസിൽ തന്നെ ട്രാൻസ്ജെൻഡർ കേസിൽ വന്നതാണ്, ആളെ കണ്ടുകൊള്ളില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നിയമം മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് പെട്ടുപോയിട്ടുണ്ട്, സ്പെഷ്യലി സെലിബ്രിറ്റീസ് അല്ല. എനിക്കും വേറെ ഏതൊക്കെയല്ല ഒരേ ആൾക്കാർ ഹണി ട്രാപ്പ് പലതും ശ്രമിക്കുന്നുണ്ട്. ഇന്നാളെ വീഡിയോസ് ചെയ്തു, ഞങ്ങൾ പോയി വീഡിയോസ് ചെയ്താൽ എനിക്കതിന് ഉദ്ദേശമൊന്നുമില്ല. മറ്റുള്ളവർ ഇപ്പോൾ ഭയങ്കര ഫൈറ്റല്ലേ, നെക്സ്റ്റ് ട്രാക്കിൽ കൊണ്ട് ഭയങ്കര അടിയാവും. ഒരു സ്ഥലത്ത് ആട്ടായം പെരേറ, മറ്റേടത്ത് വിഷു കൊച്ചിക്കാരൻ, പിന്നെ ആരാണ് ബ്രൈറ്റ്, വിനീത്, എല്ലാം കണക്കാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റായി മാറിയിരിക്കുകയാണ്. പാരലൽ വേൾഡ് തമ്മിൽ അടിയോടെ അടിയാണ്. ശരിക്കും നിങ്ങളെല്ലാവരും ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റാണ്. എൻ്റർടൈൻമെൻറ്റ് ക്യാബാണ് പൂർവ്വം കാണിച്ചിട്ടില്ല, പക്ഷേ മീഡിയക്കാർ എൻ്റർടൈൻമെൻറ്റാക്കി മാറ്റിയിട്ടുണ്ട്. പെരേറയാണ് ഈ കോമാർക്കെന്ന് തുടങ്ങിയത്. അത് കഴിഞ്ഞ് വന്നവരെല്ലാം അതാണ്. പുള്ളിയുടെ കിംബോയിനെയും മറ്റുള്ള കുറ്റം പറയുന്നു. ആരാ ടൈഗറാണ് ഇത് തുടങ്ങിയത്, പുള്ളി തന്നെയാണ്. അണക്കൊരു കോമാർത്ത് കാണിച്ചിട്ടില്ല, പക്ഷെ വളരെ വളച്ചു പിടിച്ചിട്ടുണ്ട് മീഡിയക്കാരൻ. എൻ്റെ ഫേസ് എക്സ്പ്രഷൻ, എൻ്റെ മുഖം അതിലേക്ക് ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഓൺലൈൻ വീഡിയോ ദേഷ്യമുണ്ട്, കാരണം അവർ ജീവിക്കാണ്ട് ചെയ്യുന്നതാണ്. എനിക്ക് ദേഷ്യം സാറ്റലൈറ്റ് മീഡിയയാണ്, കാരണം അവർക്ക് ഒരുപാട് കാശുണ്ട്. അവരാണ് എൻ്റെ ട്രാൻസ്ജെൻഡർ കേസ് വന്നിട്ട് 2 ദിവസം എൻ്റെ ഫോട്ടോ വാങ്ങിച്ചത്. അത് എന്തിനാണ് ഓൺലൈൻ വീഡിയോയും ദേഷ്യമില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ ചാനൽ പ്രോഗ്രാമിൽ വന്ന് പിന്നെ കുറച്ച് റീച്ച് കൂടിയായിരുന്നു. റീച്ച് കൂടിയാണ്. അത് നന്നായിട്ട് ആൾക്കാർ ഒരുപാട് പേരുന്ന ഒപ്പീനിയൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ആ ചാനൽ പ്രോഗ്രാമിൽ ഒരു പെങ്കൊച്ച് ചോദിക്കണ്ടല്ലോ, കണ്ടന്റ് മാറ്റി പിടിച്ചാൽ അപ്പോൾ കണ്ടന്റ് മാറ്റി പിടിക്കുന്നു അപ്പോൾ പറഞ്ഞായിരുന്നു. ഞാൻ പണ്ടും എല്ലാ കണ്ടന്റ്സും ഇടാറുണ്ട്, പക്ഷേ ഏറ്റവും ഹിറ്റ് ആവുന്നത് ഇങ്ങനത്തെ മസാല കണ്ടന്റ്സ് ആണ്. എന്നാലും സോഷ്യൽ മീഡിയയുടെ ഒരു യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു അൽഗോരിതം അനുസരിച്ച് നമ്മൾ ഇടുന്ന ഇട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ വീഡിയോയിൽ പിന്നീട് ഞാനും വിചാരിച്ചത്. പക്ഷേ ഈ റീച്ച് ഇടുമ്പോൾ മുഴുവൻ തെരുവിളിയാണ്. പക്ഷെ അടുത്ത ആദ്യം നോട്ട് ചെയ്ത് നമ്മൾ നല്ല യൂട്യൂബ് ചെയ്താണെങ്കിൽ നമുക്ക് പോസിറ്റീവ് കമൻസും കിട്ടും, റീച്ചും കിട്ടും.
രണ്ടും കിട്ടും. അപ്പം മാറ്റി പിടിക്കാൻ മനസ്സിലാക്കിയ കാര്യമാണ്. മാറ്റി പിടിക്കാൻ നോക്കുന്നുണ്ട്. അടുത്ത മനസ്സിലാക്കിയ കാര്യം അതാണ്. കാരണം ഒരുപാട് പോസിറ്റീവ്സ് മാത്രം വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് ചോദിച്ചാൽ നെഗറ്റീവ് മാത്രമേ പറ്റില്ല, അങ്ങനെയല്ല. ഇവിടുത്തെ ഓഡിയൻസ് നമ്മൾ മലയാളികൾ വളരെ യുക്തിവാദികളാണ്. സിനിമയായാലും എല്ലാം യുക്തിയോടെ കാണും. അപ്പോൾ നമ്മൾ യുക്തിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അത് സൈബർ ബുള്ളിങ് ഉണ്ടാവില്ല. അല്ല, നല്ല കണ്ടന്റ് ആവശ്യമുള്ളവർ അത് എടുക്കുന്നുണ്ട്. എനിക്ക് പല ഇത് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞ പല കാര്യം നല്ല റീച്ച് ഉണ്ട്. എന്നാൽ കമൻസ് മുഴുവൻ പോസിറ്റീവാണ്. ഇത് മസാലേന് വേണമെന്നില്ല. മസാലയിൽ റീച്ച് കിട്ടും, പക്ഷേ തെരുവിളിയായി പോകും, സൈബർ ബുള്ളിങ് ആയിരിക്കും. ആരോടും ഇല്ല, കസ്റ്റൊന്നും മതിയായി, ആരോടും കസ്റ്റമില്ല. ഞാൻ ഇപ്പോൾ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രായോഗിക രീതിയിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് വരുന്നതായിരിക്കും. അങ്ങനെയാണ് വി ഡി സതീശൻ വരുന്നതെന്ന് പറഞ്ഞു. ചിഹ്നത്തിലേക്കാട്ടും കുറച്ച് നല്ല വി ഡി സതീശനാണ്. പിണറായി ചോദിച്ച് പറയുകയാണെങ്കിൽ അവരിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ ഇന്നോവ കാറിലൊന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവർക്ക് ഗുണ്ടായിസം അല്ലെങ്കിൽ അഴിമതി വേണമെന്ന് അറിയില്ല. പിണറായി വിജയൻ കഴിവലുണ്ട്, പക്ഷേ ഗുണ്ടായിസവും അഴിമതിയുടെ ആളാണ്. അപ്പോൾ അതെല്ലാം അതുകൊണ്ട് അവർ ഇനി വരുന്നതാണ് ഇതാണ്. പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ് EMS അച്ഛൻ എന്ന് പറഞ്ഞാൽ വളരെ സ്കോളേഴ്സും ജ്യോതിബസ് സ്കോളേഴ്സും വളരെ മനുഷ്യത്തുള്ളവരായി. ഇന്നതല്ല, ഇന്ന് വയലൻസാണ്. ഇന്ന് നമ്മൾ എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറയാം. അതിലെന്ത് ജനാധിപത്യമുള്ളൂ.